ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചിക്കൻ പാൻ പിസ്സ തയ്യാറാക്കിയെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ആദ്യം ഡോ തയ്യാറാക്കിയെടുക്കാം. 1.25 കപ്പ് മൈദ, ഇളം ചൂടുള്ള വെള്ളം ആവശ്യത്തിന്, 1 ടീസ്പൂൺ ഈസ്റ്റ്, 1 ടേബിൾ സ്പൂൺ മൈദ, 1/4 ടീസ്പൂൺ ഉപ്പ്, ഒലിവ് ഓയിൽ 1 ടേബിൾ സ്പൂൺ. ആദ്യം നമുക്കൊരു ബൗളിലേക്ക് ഏകദേശം ഒരു 1/4 കപ്പോളം ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇത് നന്നായിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം. ഇങ്ങനെ ചെയ്യുന്നത് ഈസ്റ്റ് പെട്ടെന്ന് തന്നെ റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 5 മിനിറ്റിന് ശേഷം നമുക്ക് ഇതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം, ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം, മൈദ ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് ആദ്യം കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇപ്പൊ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊരു തുറന്ന പ്രതലത്തിലിട്ട് നന്നായിട്ട് കൈകൊണ്ട് കുഴച്ച് ഒരു സോഫ്റ്റ് ഡോ തയ്യാറാക്കിയെടുക്കാം. ഇപ്പൊ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് സെയിം ബൗളിലേക്ക് ഈ മാവ് വെച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരല്പം ഒലിവ് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊരു പ്ലാസ്റ്റിക് റാപ്പ് കൊണ്ട് നന്നായിട്ട് കവർ ചെയ്യാം. ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് പിസ്സ ടോപ്പിങ്ങിലേക്ക് നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ആ ചിക്കനാണിത്. ഒരു 1/2 കപ്പ് ബോൺലെസ് ചിക്കനാണ്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. ആദ്യം നമുക്ക് ചിക്കനിലേക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പാനിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ചിട്ട് നമുക്കിതിലേക്ക് ചിക്കൻ പീസസ് എല്ലാം ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പൊ നമ്മുടെ ചിക്കൻ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്ക് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇനി നമുക്ക് ടോപ്പിങ്ങിലേക്കുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം എന്തൊക്കെയാണെന്ന് നോക്കാം. മോസറല്ല ചീസ് വേണം, ബ്ലാക്ക് ഒലീവ്സ്, റെഡ് ക്യാപ്സിക്കം, ഗ്രീൻ ക്യാപ്സിക്കം, സവോള അരിഞ്ഞത്, പിന്നെ വേണ്ടത് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച നമ്മുടെ ചിക്കൻ ആണിത്. ഇതൊരു 1/2 കപ്പ്. പിന്നെ പിസ്സ സോസ് വേണം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കെച്ചപ്പോ അല്ലെങ്കിൽ ടൊമാറ്റോ സോസോ ഉപയോഗിക്കാം. ഇപ്പൊ നമ്മുടെ മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അല്പം കൂടി ഒരു 5 മിനിറ്റ് നന്നായിട്ട് കുഴച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതൊരു തുറന്ന പ്രതലത്തിലോ അല്ലെങ്കിൽ ഒരു കട്ടിംഗ് ബോർഡോ എന്തെങ്കിലും വെച്ചിട്ട് ഒരു മൈദ അല്പം തോടി കൊടുത്തിട്ട് ഇതിലേക്ക് പിസ്സ ബേസ് വെച്ച് കൊടുത്ത് റൗണ്ട് ഷേപ്പായി പരത്തിയെടുക്കാം. 1 ഇഞ്ച് തിക്നെസ്സിൽ വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. പരത്തിയെടുത്തതിന് ശേഷം നമുക്കിതൊരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഹോൾ ഇട്ട് കൊടുക്കാം. പിസ്സ ബേസ് കുക്ക് ചെയ്യുമ്പോൾ പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഒരു പാനിലേക്ക് ടിഷ്യൂ പേപ്പർ കൊണ്ട് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് പിസ്സ ബേസ് വെച്ച് കൊടുക്കാം. ഇതൊരു ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഇതിൻ്റെ ഒരു സൈഡ് കുക്ക് ചെയ്തെടുക്കണം. 5 മിനിറ്റിന് ശേഷം നമുക്കിത് ബേസ് ഇതിൽ നിന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം അല്പം എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും ഇതിലേക്ക് പിസ്സ ബേസ് വെച്ച് കൊടുക്കാം. നേരത്തെ കുക്ക് ചെയ്ത ഭാഗം മേൽഭാഗം വരുന്ന രീതിയിൽ വേണം ഇതിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഞാനിവിടെ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല, ഓഫ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് പിസ്സ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച നമ്മുടെ സവാള വെച്ച് കൊടുക്കാം. സവാളയുടെ മുകളിലേക്കായി നമുക്ക് ഫ്രൈ ചെയ്ത ചിക്കൻ വെച്ച് കൊടുക്കാം. ഇനി ചിക്കന് മുകളിലേക്കായി നമുക്ക് അല്പം ചീസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിന് മുകളിലേക്കായി ക്യാപ്സിക്കം വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഡബിൾ കളറാണ് ക്യാപ്സിക്കം എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വീണ്ടും ഒരല്പം ചീസ് വിതറി കൊടുക്കാം. ഇതിന് മുകളിലേക്കായി ബ്ലാക്ക് ഒലീവ്സ് വിതറി കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം, ഗ്രീൻ ആയാലും മതി. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് ഒരു 6-7 മിനിറ്റ് വെരി ലോ ഫ്ലെയിമിൽ നമുക്ക് പിസ്സ തയ്യാറാക്കിയെടുക്കാം. ഇപ്പൊ നമ്മുടെ ചിക്കൻ പാൻ പിസ്സ തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടോടെ തന്നെ ഒരു സെർവിംഗ് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പാൻ പിസ്സയാണിത്. തീർച്ചയായും നിങ്ങൾക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിസ്സ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക ആൻഡ് ഷെയർ ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.